ബി ജെ പിയുടെ രാഷ്ട്രീയ ആഖ്യാനം ഒന്ന് രണ്ട് ഘട്ടങ്ങളിൽ വിജയിച്ചില്ല എന്നും മാത്രമല്ല, ബി ജെ പി പോളിംഗ് ശതമാനത്തിൽ ഉണ്ടായിട്ടുള്ള ഇടിവിൽ വലിയ തോതിൽ ഖിന്നരാണ് എന്നുള്ളതാണ്. ഇപ്പോൾ വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും 6% മുതൽ 8% വരെ പോളിംഗ് ഇടിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. 11% വനിതാ വോട്ടർമാരുടെ കുറവ്. നമുക്കറിയാം, മധ്യപ്രദേശിലൊക്കെ തന്നെയും ലാഡ്ലി ബഹന യോജന അടക്കമുള്ള വലിയ പദ്ധതികളിലൂടെ 2025 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വനിതകളെ ഗുണഭോക്താക്കളാക്കി കൊണ്ടുവന്നാണ് മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അട്ടിമറി വിജയം നേടിയിട്ടുള്ളത്. ഇവിടെ ബീഹാറിൽ, മഹാരാഷ്ട്രയിൽ, കർണാടകത്തിൽ രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുന്ന വിധത്തിൽ കാറ്റ് മാറി വീശിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അതോടൊപ്പം തന്നെ ദില്ലി, രാജസ്ഥാൻ പോലുള്ള സംസ്ഥാനങ്ങളിൽ പോലും പഴയ ഫലമായിരിക്കില്ല എന്നുള്ള തിരിച്ചറിവ് ബി ജെ പിയെ തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു. അതിനു പുറത്ത് ഇപ്പോൾ മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും വരെ കാര്യങ്ങൾ മാറും എന്നുള്ള നിലയിലാണ്. പ്രത്യേകിച്ച് ഒന്നും രണ്ടും ഘട്ട പോളിംഗിന് ശേഷം മധ്യപ്രദേശിലും ഉത്തർപ്രദേശിലും കോൺഗ്രസിനും ഇന്ത്യ ബ്ലോക്കിനാകെ തന്നെയും വലിയ പ്രതീക്ഷയുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ നേരത്തെ ഏപ്രിൽ 19-ൻ്റെയും ഏപ്രിൽ 26-ൻ്റെയും ആദ്യ രണ്ട് ഘട്ട വോട്ടെടുപ്പിലെ മധ്യപ്രദേശിലെ 16 സീറ്റുകളുടെ കാര്യത്തിൽ ഒരു കണക്കിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. 6% ഏപ്രിൽ 19-ൻ്റെ ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് കുറഞ്ഞത്. രണ്ടാം ഘട്ടത്തിൽ 8% വോട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ഇത് ബി ജെ പിയെ വലിയ നിലയിൽ ആശങ്കയിലാക്കിയിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു സീറ്റ് പോലും 29-ൽ കിട്ടാൻ സാധ്യതയില്ല എന്ന് കരുതിയ കോൺഗ്രസ് ഇപ്പോൾ 8 സീറ്റ് മുതൽ 12 സീറ്റ് വരെ യഥാർത്ഥത്തിൽ മധ്യപ്രദേശിൽ പ്രതീക്ഷിക്കുകയാണ്. അവിടെയാണ് ഈ 11% വനിതാ വോട്ടർമാരുടെ കുറവുണ്ടാകുന്നത്. അത് വലിയ നിലയിൽ ബി ജെ പിയെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഇനി 16 സീറ്റുകളിലാണ് മധ്യപ്രദേശിൽ ബാക്കിയുള്ളത്. അവിടെ പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നു. അതിന് ബി ജെ പി പറയുന്ന കാരണം കടുത്ത ചൂടാണെങ്കിൽ പോലും ഇതിനേക്കാൾ വലിയ ചൂട് കാറ്റ് താങ്ങി വോട്ടർമാർ തെരഞ്ഞെടുപ്പിന് പോയിട്ടുണ്ട് എന്നുള്ള തിരിച്ചറിവ് ബി ജെ പി മനസ്സിലാക്കുന്നത് ഇത് നരേന്ദ്രമോദി സർക്കാരിനോടുള്ള ഒരു പ്രീതിയില്ലായ്മ, ഒരു അനുഭാവമില്ലായ്മ, ഒരു പ്രോക്സിമിറ്റി ഇല്ലായ്മ, അതാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കി. ഏതായാലും മോദി ഗ്യാരണ്ടി എന്നോ അല്ലെങ്കിൽ രാമൻ്റെ അനുഗ്രഹമെന്നോ ഉള്ള പഴയ മുദ്രാവാക്യം ഇനി നിലനിൽക്കുന്നതല്ല എന്ന് കരുതുന്നു. ശരിയാണ്, കോൺഗ്രസിൻ്റെ ഈ ജാതി സെൻസസും വലിയ നിലയിലൊന്നും മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല, അല്ലെങ്കിൽ വോട്ടർമാരെ ആ നിലയിലേക്ക് തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് കോൺഗ്രസിന് സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ മധ്യപ്രദേശ് അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ച് ഈ ഉമാഭാരതി, ബാബുലാൽ ഗൗർ, ഒപ്പം തന്നെ ശിവരാജ് സിംഗ് ചൗഹാൻ എന്നീ നേതൃത്വത്തിൻ്റെ അഭാവം അവിടെയും ഇത്തരത്തിൽ ജാതി ഇക്വേഷനിലേക്ക് തിരികെ കൊണ്ടുപോയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ നിലയിലുള്ള റിവ്യൂസാണ് വരുന്നത്. നോക്കൂ, ഉത്തർപ്രദേശിൽ 80 സീറ്റിൽ ഏതാണ്ട് 75 സീറ്റുകളിലെങ്കിലും വിജയം നേടാൻ കഴിയുമെന്നുള്ളതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷയായിരുന്നത്. പക്ഷേ ഇന്ന് ആ മോഹങ്ങളൊക്കെ തന്നെയും ഇരുളടഞ്ഞു നിൽക്കുകയാണ്. ചില അവലോകനങ്ങളിൽ 50 സീറ്റ് വരെ ബി ജെ പി താഴേക്ക് പോയേക്കാം എന്നുള്ളതാണ്. അതിലേറ്റവും പ്രധാനമായി കാരണം പറയുന്നത് യോഗി ആദിത്യനാഥ് തന്നെ യഥാർത്ഥത്തിൽ പുറംതിരിഞ്ഞിരിക്കുകയാണ്. വലിയ വിജയം ഇത്തവണ നരേന്ദ്രമോദി സർക്കാരിന് ഉണ്ടാകാൻ പാടില്ല എന്നുള്ള ബി ജെ പി നേതാക്കളുടെ തന്നെ ചില ആളുകളുടെ ആഗ്രഹം. അതിലൊന്നാണ് ആദിത്യനാഥിനെ പാർലമെൻ്ററി ബോർഡിലൊന്നും ചേർത്തിട്ടില്ല. ഫഡ്നാവിസിനെ പാർലമെൻ്ററി ബോർഡിലേക്ക് കൊണ്ടുവന്നപ്പോഴും 2 തവണ മുഖ്യമന്ത്രിയായിട്ടുള്ള ആദിത്യനാഥ് അവിടെ ഇല്ല എന്ന് ആലോചിക്കണം. അപ്പോൾ ആദിത്യനാഥിൻ്റെ ആഫീസിനെ, CMOയെ പോലും നിയന്ത്രിക്കുന്നത് ഡൽഹിയിൽ നിന്ന് നരേന്ദ്രമോദിയാണെന്നാണ് പറയുന്നത്. അവിടുത്തെ IAS പോസ്റ്റിംഗ്, IPS പോസ്റ്റിംഗ് ഒക്കെ തന്നെയും ഡയറക്റ്റാണ്. അപ്പോൾ ആ നിലയിൽ വലിയ ക്ലാഷ് യഥാർത്ഥത്തിലുണ്ട്. ആ പറയുന്ന ഉൾപ്പിരിവുകളൊക്കെ തന്നെയും ഉത്തർപ്രദേശിലെ സീറ്റുകൾ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ഉത്തർപ്രദേശിലെ പുതിയ ജാതി സമവാക്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പിന്നോക്ക വിഭാഗങ്ങളെയും ദളിതുകളെയും ആദിവാസികളെയും മുസ്ലിങ്ങളെയും ഒക്കെ ചേർത്തുകൊണ്ടാണ് കോൺഗ്രസ് SP സഖ്യം മുന്നോട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന യോഗി ആദിത്യനാഥിൻ്റെ ഒപ്പം നിൽക്കുന്ന ജാതി വിഭാഗങ്ങളും യഥാർത്ഥത്തിൽ ഇപ്പോൾ തിരിഞ്ഞിട്ടുണ്ട് ബി ജെ പിക്കെതിരെ എന്നുള്ളതാണ്. ഞാൻ വിചാരിക്കുന്നത് ഒന്നും രണ്ടും ഘട്ടങ്ങൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മറക്കാൻ ആഗ്രഹിക്കുന്ന ഫേസാണ്. മൂന്നാം ഘട്ടത്തിൽ ബി ജെ പി തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് നരേന്ദ്രമോദി ഇന്നലെ പോയി വീണ്ടും അയോധ്യയിൽ അദ്ദേഹത്തിൻ്റെ റോഡ് ഷോ നടത്തിയിട്ടുള്ളത്. വീണ്ടും മുസ്ലിം ബൈനറി തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്, പാകിസ്ഥാൻ ബൈനറി തിരികെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ പറയുന്ന നമ്മൾ തുടർച്ചയായി പറയുന്ന കാര്യങ്ങളുണ്ടല്ലോ, മട്ടൻ കറി, മീൻ പൊരിച്ചത്, അതുപോലെ തന്നെ കച്ചിത്തീവ്, ദ കേരള സ്റ്റോറി, എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ ധ്രുവീകരിക്കാമോ ആ തരത്തിലുള്ള. പക്ഷെ അതൊന്നും ക്ലച്ച് പിടിച്ചിട്ടില്ല.
സാധാരണഗതിയിൽ നരേന്ദ്രമോദി ഒരു കാര്യം പറഞ്ഞാൽ അത് നല്ല രീതിയിൽ ആഘാതം ഉണ്ടാക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ. ഇവിടെ അതൊന്നും ഉണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല, ഒന്നിൽ നിന്ന് വേറൊന്നിലേക്ക് ഇങ്ങനെ ചുവട് മാറി 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 പോവുകയാണെന്നുള്ളതാണ്. മൂന്നാം ഘട്ടം കടുക്കുമോ എന്നുള്ള ചോദ്യത്തിന് കടുപ്പത്തിലാണ് ഒന്നാം ഘട്ടവും രണ്ടാം ഘട്ടവും കഴിഞ്ഞതിന് ശേഷം ബി കേവല ഭൂരിപക്ഷത്തിലേക്ക് ബി എത്തില്ല എന്നുള്ള കാര്യത്തിനകത്ത് ബി ഒന്ന് ഉറപ്പിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. ഏഴാം ഘട്ടം വരെ പോകേണ്ടതുണ്ട്. അതിനിടയിൽ പുൽവാമയും ബാലക്കോട്ടും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. പക്ഷേ ഏഴാം ഘട്ടം വരെ ഇതേപോലെയാണ് പോകുന്നതെങ്കിൽ ബി സംബന്ധിച്ചിടത്തോളം കടുപ്പം തന്നെയായിരിക്കും. Meet the editors.